ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 22, 23 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ആദ്യത്തെ നാമം സുമേരു മധ്യശൃംഗസ്ഥ. സുമേരു, മഹാമേരു. സുമേരുവിൻ്റെ നടുവിലെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ ശ്രീ മഹാദേവി. ശൃംഗം എന്നാൽ കൊടുമുടി അല്ലെങ്കിൽ കൊമ്പ്. ഇവിടെ കൊടുമുടി. സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുകയാണ് അമ്മ. 3 കൊടുമുടികളുണ്ട്. ത്രിമൂർത്തികളുടെ ആസ്ഥാനമാണ് അത്. ഈ 3 കൊടുമുടികളും ചേരുന്നിടത്ത് ഉണ്ടാകുന്ന ത്രികോണത്തിൻ്റെ നടുക്കാണ് 4ാമത്തെ ശൃംഗം. 400 യോജന ഉയരമുള്ള ശൃംഗമാണത്. അതാണ് മഹാമേരു, സുമേരു എന്ന് പറയുന്നത്. സുമേരു രൂപത്തിലെ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവായ സർവാനന്ദമയ ചക്രത്തിൽ ദേവി കുടികൊള്ളുന്നു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. ശൃംഗം കൊടുമുടിയാണ്. ദുർഗമമായ സ്ഥാനം എന്ന അർത്ഥത്തിലാണ് കൊടുമുടി എന്ന് വ്യവഹരിക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം തന്ത്രശാസ്ത്രപരമായി കാണേണ്ടതുണ്ട്. നട്ടെല്ലിനെ മേരുദണ്ഡം എന്നാണ് പറയുന്നത്. ഈ മേരുദണ്ഡത്തിൻ്റെ അടിയറ്റം ത്രികോണമാണ്. മുകളറ്റം ശിരസിലെ സഹസ്രാര ചക്രത്തിലെ ബിന്ദുവും. ഈ ത്രികോണവും ബിന്ദുവുമാണ് ശ്രീചക്രത്തിൻ്റെ ആദ്യമണ്ഡലം. ഇത് താന്ത്രികമായി വളരെ പ്രാധാന്യമുള്ള മന്ത്രമാണ്. അതിനെക്കുറിച്ച് ഗുരുമുഖത്തു നിന്നാണ് നമ്മൾ ശ്രവിക്കേണ്ടതും പഠിക്കേണ്ടതും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ ഉള്ള പ്രാപ്തി എനിക്കില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ദുർവാസാവ് രചിച്ച ശ്രീ ലളിതാസ്തവ രത്നത്തിൽ സുമേരു വർണ്ണനയുണ്ട്. സുമേരു എന്നത് കനകപർവ്വതമാണ്. എന്നാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. 3 ശൃംഗങ്ങൾക്കു മധ്യേ ദേവിയുടെ ശ്രീവിദ്യാനഗരം അല്ലെങ്കിൽ ശ്രീനഗരം 400 യോജന ചുറ്റളവിൽ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ദേവി ശ്രീനഗരത്തിൽ, ശ്രീപുരത്തിൽ വാണരുളുന്നു. അങ്ങനെ വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം സുമേരുമധ്യ ശൃംഗസ്ഥായൈ നമ. അടുത്ത നാമം ശ്രീമന്നഗരനായിക. ശ്രീമത്തായിട്ടുള്ള, സർവ ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ശ്രീനഗരത്തിൻ്റെ നായികയായി വർത്തിക്കുന്നു ശ്രീ മഹാദേവി. ശ്രീ ലളിതാദേവിയുടെ ആസ്ഥാനങ്ങളായി 16 നഗരങ്ങൾ ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്.
സൗഭാഗ്യപുരിയാണ് ശ്രീമന്നഗരം. മേരുപർവ്വതത്തിൻ്റെ നടുക്കൊടുമുടിയിലും സുധാസമുദ്രത്തിൻ്റെ നടുവിലും സൗഭാഗ്യപുരി സ്ഥിതി ചെയ്യുന്നു. ശ്രീമന്നഗരം ശ്രീചക്രം തന്നെയാണ് എന്നും അതിൻ്റെ അധീശ്വരിയാണ് പരാശക്തി എന്നും മനസ്സിലാക്കണം. ചക്രമാണ്, ചക്രം എന്ന് പറഞ്ഞാൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രതീകം തന്നെയാണ് ശ്രീചക്രം എന്ന് പറയുന്നു. ആ ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ വാണരുളുന്നത് ശ്രീ മഹാദേവിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. വളരെയധികം താന്ത്രിക വ്യാഖ്യാനമുള്ള നാമമാണിത്. മഹാദേവിയെ നമസ്കരിക്കുന്നു. ഓം ശ്രീമന്നഗര നായികായേ നമ. അടുത്ത നാമം ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഒരു രത്നമാണ് ചിന്താമണി. വിശിഷ്ട രത്നമാണത്. ചിന്താമണിക്കല്ലുകൾ കൊണ്ട് തീർത്ത ഗൃഹത്തിൽ ശ്രീ മഹാദേവി വസിക്കുന്നു. വിശിഷ്ടമായ ഇത്തരം രത്നങ്ങളാൽ നിർമ്മിച്ച ഗൃഹത്തിൽ ശ്രീ ലളിതാംബിക മണിഗൃഹത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചിന്താമണി എന്നത് മനുഷ്യ മനസ്സാണ് എന്ന് മനസ്സിലാക്കാൻ ആചാര്യന്മാർ പറയുന്നു. എത്ര ദുഷ്കരമായതും സാധ്യമാക്കുന്നത് മനസ്സാണ്. ഭക്ത മനസ്സിൽ, ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്നവളാണ് ശ്രീ മഹാദേവി. അങ്ങനെയാണ് ചിന്തയാകുന്ന മണിഗൃഹത്തിൽ ദേവി താമസിക്കുന്നു എന്ന് പറയുന്നത്. ദേവന്മാർ പോലും ദേവിയെ ആരാധിക്കുന്നു മനസ്സിൽ വെച്ച്. ചിന്താമണി ഗൃഹം നമ്മുടെ മനസ്സാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദേവിയുടെ വാസസ്ഥാനം ഭക്ത ഹൃദയമാണ്, ഭക്ത മനസ്സാണ്. ആ ഒരു ഭാഗ്യം കണ്ടുകൊണ്ട് അമ്മയെ നമസ്കരിക്കാം. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായേ നമ. അടുത്ത നാമം പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മ നിർമ്മിതമായ ആസനത്തിൽ, സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശ്രീ മഹാദേവി. പഞ്ചബ്രഹ്മത്തെ ആസനമാക്കി സ്ഥിതി ചെയ്യുന്നു അമ്മ. മുന്നാമത്തിൽ നമ്മൾ ദേവിയുടെ ഗൃഹം ചിന്താമണി ഗൃഹം എന്ന് മനസ്സിലാക്കി. എന്നാൽ ആ ഗൃഹത്തിനുള്ളിൽ അമ്മ എവിടെയാണ് ശയിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പറയുന്നു, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവർ കാലുകളായിട്ടും സദാശിവൻ പലകയായിട്ട് അല്ലെങ്കിൽ മെത്തയായിട്ടും ഉള്ള ഒരു മഞ്ചത്തിലാണ് ദേവി ഇരിക്കുന്നത്. ആ മഞ്ചത്തെയാണ് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നത്. 4 കാലുകളുണ്ട് അമ്മയുടെ മഞ്ചത്തിന്, സിംഹാസനത്തിന്. അത് ജപാപുഷ്പം പോലെ അഗ്നികോണിൽ ഒരു കാല്, മുകളിലും താഴെയും സ്തംഭാകൃതിയാണ്. മധ്യത്തിൽ ധ്യാനനിരതരായി പുരുഷാകൃതി പൂണ്ട് ബ്രഹ്മാവ്. നിരുർതികോണിൽ വിഷ്ണുരൂപം. അവിടെ ഇന്ദ്രനീലക്കല്ലിൻ്റെ രൂപത്തിൽ
നിറത്തിൽ മഹാവിഷ്ണു. വായുകോണിൽ ശുദ്ധ സ്ഫടിക വർണ്ണത്തിൽ രുദ്രരൂപം. ഈശാനകോണിൽ മഞ്ഞ നിറത്തോടു കൂടിയ ഈശ്വര രൂപം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 പേരും ധ്യാനനിരതരാണ്. ദേവിയെ വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവർ ധ്യാനനിരതരാണ്. ദേവിയെ ധരിക്കാൻ ത്രിമൂർത്തികളും പ്രപഞ്ചകർത്താവായ ഈശ്വരനും നിശ്ചലമായി നിലകൊള്ളുകയാണ്. ശിലാസ്തംഭങ്ങൾ പോലെ അവർ വർത്തിക്കുന്നു. ആ വർണ്ണന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിധത്തിലാണ്. അങ്ങനെ നിശ്ചലചിത്തരായി ആരാണോ ദേവിയെ ഉപാസിക്കുന്നത്, ദേവിയെ ധരിക്കുന്നത്, അവർക്ക് മാത്രമേ ദേവിയെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവരിൽ മാത്രമേ ദേവി കുടികൊള്ളുകയുള്ളൂ. ദേവി സ്ഥിതി ചെയ്യുന്നത് നിശ്ചലമായിട്ടുള്ള ആ തത്വത്തിലാണ്. പരബ്രഹ്മം നിശ്ചലമാണ്. പഞ്ചബ്രഹ്മമാണ് ഇവിടെ പറയുന്നത്. അത് പ്രപഞ്ചാകാരം നിറഞ്ഞ പരിണാമം പൂണ്ട് സൃഷ്ടിപ്രക്രിയ, പാലനം, സംഹാരം തുടങ്ങിയ പ്രക്രിയകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ പക്ഷെ ഇവിടെ ദേവിയെ താങ്ങി നിർത്തുന്നത്, അല്ലെങ്കിൽ ദേവി സ്ഥിതി ചെയ്യുന്നത് നിശ്ചലമായി ധ്യാനനിഷ്ഠരായി കുടികൊള്ളുന്ന ഈശന്മാരിലാണ്. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. അതിൽ മെത്തയായിട്ടുള്ളത് മഹാദേവനാണ്. സദാശിവഫലകം എന്ന് പറയാണ്. ദാഡിമീ കുസുമം, നല്ല ചുമന്ന വർണ്ണത്തോടുകൂടി. ഇപ്പോൾ ബ്രഹ്മാവിന് സൃഷ്ടി, വിഷ്ണുവിന് സ്ഥിതി, രുദ്രന് സംഹാരം, ഈശാനന് തിരോധാനം, സദാശിവന് അനുഗ്രഹം എന്നീ പഞ്ചപ്രവൃത്തികളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവ്, പാലനം ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു, സംഹാരം രുദ്രനാണ്. അടുത്തത് ഈശാനൻ. സംഹാരം എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കലല്ല. സംഹാരത്തിന് ശേഷം അതിനെയെല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്, നമ്മളിൽ നിന്നും മറയ്ക്കുകയാണ്. തിരോധാനം ചെയ്ത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അതാണ് തിരോധാനം. ആ തിരോധാന പ്രക്രിയ ചെയ്യുന്നത് ഈശാനൻ എന്ന മൂർത്തിയാണ്. അതിനുശേഷം അനുഗ്രഹം എന്നൊരു പ്രക്രിയയുണ്ട്. അത് സദാശിവനൻ എന്ന മൂർത്തിയാണ് ചെയ്യുന്നത്. ഇതാണ് പഞ്ചപ്രവൃത്തികൾ എന്ന് പറയുന്നത്. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം രുദ്രൻ, തിരോധാനം ഈശാനൻ, വീണ്ടും അനുഗ്രഹം, വീണ്ടും അത് പ്രകടിപ്പിക്കുന്നു, വീണ്ടും ജന്മം നൽകുന്നു, വീണ്ടും പ്രകടമാക്കി പ്രക്രിയ ചെയ്യുകയാണ്. അത് സദാശിവനാണ്. ഈ 5 പേരാണ് ദേവിയെ വഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള മഹാശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായൈ നമ. അപ്പോൾ ഇത്രയുള്ള നാമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ദേവി എവിടെ വസിക്കുന്നു, എവിടെ സ്ഥിതി ചെയ്യുന്നു, ആ സൂക്ഷ്മ ഭാവത്തിലേക്ക് എത്തുകയാണ്. സ്ഥൂലരൂപ വർണ്ണന നമ്മൾ ആസ്വദിച്ചു. ഇനി സൂക്ഷ്മഭാവത്തിലേക്ക് പോവുകയാണ്. അടുത്ത നാമം മഹാപത്മാടവി സംസ്ഥ. അമ്മ എവിടെയാണ്? മഹത്തായ താമരപ്പൊയ്കയിൽ സ്ഥിതി ചെയ്യുന്നു. മഹത്തായ താമരപ്പൊയ്കയിൽ സ്ഥിതി ചെയ്യുന്നവൾ ശ്രീ മഹാദേവി. മഹാപത്മാടവി സംസ്ഥായേ നമ. സഹസ്രദള പത്മത്തിൽ, എന്നാൽ സഹസ്രാര ചക്രത്തിൽ
വിഹരിക്കുന്നവളാണ് ദേവി. സഹസ്രദളം എന്ന് പറയുമ്പോൾ സാധനയിലൂടെ കുണ്ടലിനി ശക്തി ഉണർത്തി കൊണ്ടുവന്ന് സാധകൻ സഹസ്രാരത്തിൽ ആനന്ദ വർഷം അനുഭവിക്കുകയാണ്. അങ്ങനെ സഹസ്രദള പത്മസ്ഥിതയായി ആനന്ദവർഷിണിയായി ആനന്ദരൂപിണിയായി ചക്രത്തിൽ വിഹരിക്കുന്നു ശ്രീ മഹാദേവി. മഹാപത്മം എന്ന പദത്തിന് ലക്ഷണമൊത്ത ആനകൾ വസിക്കുന്ന അടവി എന്നും അർത്ഥമുണ്ട്. മഹാപത്മം എന്ന പദത്തിന് ലക്ഷണമൊത്ത ആനകൾ വസിക്കുന്ന അടവി, അങ്ങനെയുള്ള അർത്ഥത്തിൽ അത്തരം ആനകൾ നിറഞ്ഞ കാട്ടിൽ വസിക്കുന്നവൾ എന്നും വ്യാഖ്യാനം ഉണ്ട്. പത്മാടവി എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്ക, അങ്ങനെയും അർത്ഥം. സഹസ്രദള പത്മം എന്ന സഹസ്രാരത്തെയാണ് ഇവിടെ മഹാപത്മാടവിയായിട്ട് ചിത്രീകരിക്കുന്നത്. സഹസ്രദള പത്മം എന്ന വാക്ക് ആധികാരിക ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അത് സഹസ്രദള പത്മം സഹസ്രാര ചക്രം എന്ന് മനസ്സിലാക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നു. മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ ഉണർത്തി അത് സഹസ്രാരത്തിലെത്തി സദാശിവനുമായി സംഗമിക്കുന്നു. ആ ഉപാസനയുടെ പരമമായിട്ടുള്ള സാഫല്യമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ മഹാപത്മാടവി സംസ്ഥയാണ് ദേവി. സുഗന്ധം പരത്തുന്ന തിരമാലകളാൽ ലസിക്കുന്ന താമരക്കാടിനെ നമ്മൾ ആരാധിക്കുന്നു. ഈ പത്മവനത്തിൽ ദേവി വന്നിരിക്കാറുണ്ട്. ശ്രീനഗരത്തിലെ പത്മാടവിയിൽ ദേവി വസിക്കുന്നു. നമുക്ക് ഏത് ഭാവത്തിലും ദേവിയെ കാണാം. സഹസ്രാരത്തിൽ വസിക്കുന്ന ദേവി ആനന്ദവർഷിണി. ഇവിടെ പറഞ്ഞു ഒരുപാട് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൊയ്ക, അതിൽ സുഗന്ധം പരത്തുന്ന തിരുമാലകളാൽ ലസിക്കുന്ന താമരക്കാടിനെ ഭാവന ചെയ്യുക. ആ താമരപ്പൊയ്കയിൽ ആ പത്മവനത്തിൽ ദേവി വന്നിരിക്കുന്നു. ആ ശ്രീനഗരത്തിലെ പത്മാടവിയിൽ വിളങ്ങുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം മഹാപത്മാടവി സംസ്ഥായേ നമ. അടുത്ത നാമം കദംബവനവാസിനി. കദംബവനത്തിൽ വസിക്കുന്നവൾ ശ്രീ മഹാദേവി. കദംബവനവാസിനിയാണമ്മ. കദംബവനം, കദംബ പുഷ്പങ്ങൾ എല്ലാം അമ്മയ്ക്കിഷ്ടമാണ്. ഇവിടെയും തന്ത്രശാസ്ത്രത്തിലെ കൽപ്പനയാണ് ഇത് എന്ന് പറയുന്നു. ചിന്താമണി ഗൃഹത്തിൻ്റെ 4 ഭാഗത്തും മണിമണ്ഡപങ്ങൾ, അവയെ ചുറ്റി കദംബവൃക്ഷങ്ങൾ ഛായ വിരിച്ചു നിൽക്കുകയാണ്. നിറച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്ന കദംബ വനം. സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ അതിമനോഹരിയായ ദേവി വർത്തിക്കുന്നു. കദംബവന വാസിന്യൈ നമ. അടുത്ത നാമം സുധാസാഗര മധ്യസ്ഥ. സുധാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശ്രീ മഹാദേവി. സുധാസാഗരം എന്നാൽ അമൃതസാഗരം, അമൃതസമുദ്രം. ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവാണ് അമൃതാബ്ധി എന്ന് പറയുന്നു. ഈ അമൃതാബ്ധിയിൽ ദേവി വസിക്കുന്നു. അമൃതസമുദ്രത്തിൽ ചിന്താമണിയാൽ നിർമ്മിതമായ മണിഗൃഹത്തിൽ ദേവിയുടെ ആവാസം. തന്ത്രപരമായ വ്യാഖ്യാനങ്ങൾ അനവധിയുണ്ട്. അതിന് മുതിരുന്നില്ല, അതിനുള്ള കഴിവില്ല.
ഗുരുമുഖത്തു നിന്ന് അത് ശ്രവിക്കാം. അടുത്ത നാമം കാമാക്ഷി. കമനീയങ്ങളായ അക്ഷി, കമനീയങ്ങളായ കണ്ണുകളോട് കൂടിയവൾ കാമാക്ഷി. കാമോദ്ദീപകങ്ങളായ അക്ഷികളോട് കൂടിയവൾ എന്നും പറയാം. ഇവിടുത്തെ കാമം ഭൗതിക ഭോഗവാസനയുടേതല്ല, പരമപുരുഷാർത്ഥ ലാഭത്തിനുള്ള ആഗ്രഹമാണ്. അത് ജ്ഞാനമാണ്. മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ എന്ന് മനസ്സിലാക്കാം. അതിലുപരി ജ്ഞാനമൂർത്തിയായിട്ടുള്ള ദേവിയാണ്. ആ കണ്ണുകളിൽ നിന്ന് ജ്ഞാനം പ്രവഹിക്കുന്നു, അല്ലെങ്കിൽ കണ്ണുകളിൽ ജ്ഞാനത്തിൻ്റെ തിര അടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരർത്ഥം പറയുന്നത് കാ എന്നാൽ സരസ്വതി, മാ ലക്ഷ്മി ദേവി. സരസ്വതിയും ലക്ഷ്മിയുമാണ് അമ്മയുടെ രണ്ട് കണ്ണുകൾ എന്ന് പറയുന്നു. സരസ്വതീ ദേവിയും ലക്ഷ്മി ദേവിയുമാണ് അമ്മയുടെ രണ്ട് കണ്ണുകൾ. അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയവൾ. അപ്പോൾ ഐശ്വര്യവും ജ്ഞാനവും നിറഞ്ഞ കണ്ണുകൾ. ജ്ഞാനം, ഭൗതിക സമ്പത്ത്, ഇതെല്ലാം ദേവിയെ ഉപാസിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭ്യമാകുന്നു. ഇത് രണ്ടും ദേവിക്ക് കണ്ണുകൾ പോലെ സ്വാഭാവികമാണ്. ഭക്തരിൽ നിർലോഭം ആ കണ്ണുകളിൽ നിന്ന് കടാക്ഷം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാരുണ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം കാമാക്ഷിയൈ നമഃ. ദേവിയുടെ തൃക്കൺ കടാക്ഷത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്, മാഹാത്മ്യമുണ്ട്. ഇവിടെ പറയുന്നു, കാമാക്ഷി എന്ന മൂന്നക്ഷരങ്ങൾ എല്ലാ മംഗളങ്ങൾക്കും കാരണമാകുന്നു എന്ന്. പണ്ട് രതീദേവിയുടെ വൈധവ്യ ദുഃഖം, മഹാദേവൻ്റെ ക്രോധാഗ്നിയിൽപ്പെട്ട് ചാമ്പലായിപ്പോയപ്പോൾ രതീദേവി വിലപിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ മരണം. അങ്ങനെ രതീദേവി വൈധവ്യ ദുഃഖത്തിൽ കരഞ്ഞ് തളർന്നിരിക്കുന്നു. ആ വേദന കണ്ട് മനസ്സലിഞ്ഞ ദേവി ശ്രീ മഹാദേവി പരമേശ്വരനെ ഒന്ന് തൃക്കൺ കടാക്ഷിച്ചു. ദേവിയുടെ ആ കടക്കണ്ണുകൊണ്ട്, അങ്ങനെയാണ് പറയണത്, തൃക്കൺ കടാക്ഷത്താൽ പരമശിവന് ഏതോ ഒരു അനുജ്ഞയോ ഒരു ആംഗ്യമോ ആവശ്യമോ അറിയിക്കുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കിയ മഹാദേവൻ കാമദേവനെ തൃക്കൺ പാർത്തു. അങ്ങനെ കാമദേവൻ വീണ്ടും ജനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീ മഹാദേവിയുടെ തൃക്കൺ കടാക്ഷത്തിന് അത്ഭുത സിദ്ധിയാണ്. ആ തൃക്കൺ കടാക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. രതീദേവിയുടെ വൈധവ്യ ദുഃഖം മാറുന്നു. കാരുണ്യപൂർവം ശ്രീ മഹാദേവൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാമം ഭൗതിക ഭോഗവാസനയുടേതല്ല എന്ന് പറഞ്ഞു. പരമപുരുഷാർത്ഥത്തിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരമപുരുഷാർത്ഥം മോക്ഷം, അതിനുള്ള പരിശ്രമമാണ്. അതിന് ജ്ഞാനം, കാമം ആവശ്യമാണ്. ദേവിയെ ഉപാസിക്കുന്നവരുടെ ലക്ഷ്യം ജ്ഞാനവും ഭൗതിക സമ്പത്തും ആയിരിക്കാം. കാരണം ഭുക്തിയും മുക്തിയും തരുന്നത് ദേവിയാണ്. ദേവീ കടാക്ഷത്താൽ മാത്രം ലഭ്യമാകുന്നവയാണ് ജ്ഞാനവും ഭക്തിയും മോക്ഷവും എല്ലാം. ദേവിയുടെ തൃക്കൺ കടാക്ഷം ഭക്തരിൽ നിർലോഭം വന്നു പതിക്കുന്നു, അങ്ങനെ ചൊരിയുന്നു എന്ന് പറയാണ്. ചലന്മീനാഭലോചനയാണ് അമ്മ. കടാക്ഷം കൊണ്ട് ഭക്തന്മാരുടെ എല്ലാ കാമങ്ങളെയും നിറവേറ്റുന്നവൾ എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ കാമങ്ങൾ നിറവേറ്റുന്ന കണ്ണുകളോടുകൂടിയവൾ. അതുകൊണ്ടാണ് ദേവിക്ക് കാമാക്ഷി എന്ന പേര് ബ്രഹ്മാവ് കൊടുത്തത് എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്.
കാമമായാലും ജ്ഞാനമായാലും കാരുണ്യമായാലും എല്ലാം തരുന്നത് അമ്മയാണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം കാമാക്ഷിയൈ നമ. അടുത്ത നാമം കാമദായിനി. കാമങ്ങളേതും ദാനം ചെയ്യുന്നവൾ കാമദായിനി. കാമേശ്വരനോട് ദായിനിയായി അല്ലെങ്കിൽ അവകാശിയായി ഇരിക്കുന്നവൾ എന്നും ഈ നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. കാമേശ്വരന് ദായിനി, അവകാശിയായിട്ട്, പത്നി, ധർമ്മപത്നിയായിട്ടിരിക്കുന്നവൾ എന്നും ഈ നാമത്തിന് വ്യാഖ്യാനം. ദേവി അഭയമുദ്രയോ വരമുദ്രയോ കാണിക്കുന്നു. അവിടെ അഭയവും വരവും നൽകുന്നത് അമ്മയുടെ തൃക്കൺ കടാക്ഷമാണ്. രക്ഷയും വരങ്ങളും അവിടുത്തെ പാദങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേവിയുടെ കാരുണ്യത്തിൻ്റെയും ദാനശീലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബ്രഹ്മാവ് ദേവിക്ക് ഈ പേര് നൽകിയിട്ടുള്ളത് എന്ന് ബ്രഹ്മാണ്ഡപുരാണം സൂചിപ്പിക്കുന്നുണ്ട്. കാമേശന് ശുഭത്തെ നൽകുന്നവൾ എന്നും അർത്ഥം. കാമനെ ധാരണം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് ശുഭം നൽകുന്നവൾ എന്നും അർത്ഥം. കാമേശന് പരമ്പര അവകാശപ്പെട്ടവൾ ദായപ്രകാരം പരമ്പര അവകാശപ്പെട്ടവൾ എന്നും അർത്ഥം. പറയുമ്പോൾ ഭക്താഭീഷ്ടവരപ്രദായിനിയാണ് അമ്മ. സർവാഭീഷ്ടപ്രദായിനിയാണ്. ഭക്തൻ്റെ ഏതഭീഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സംപ്രീതയായി നിറവേറ്റി കൊടുക്കുന്നത് അമ്മയുടെ ആ തൃക്കൺ കടാക്ഷമാണ്. ആ തൃപ്പാദങ്ങളിൽ നിന്നും ഉതിർന്നു വരുന്ന നഖ ഇന്ദു കിരണങ്ങളാണ്. അങ്ങനെ കാമം കളഞ്ഞ് മോക്ഷം തരുന്നതും അമ്മ തന്നെ. അങ്ങനെ കാമദായിനിയായി വിരാജിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം കാമദായിന്യൈ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ.